ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെനിക്ക് അനുവാദം തന്ന വന്യനായ റമ്പാച്ചനോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഉള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ച ഒരു വാക്യം എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസ വീരന്മാരുടെ ഒരു ലിസ്റ്റ് അവിടെ തരുന്നത്, അവരുടെ പേരുകളും അവർ അനുഭവിച്ച യാതനകളും അവരുടെ പ്രവചനങ്ങളും. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ പ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും പേരുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സഹനവും അവരുടെ ത്യാഗവും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവ തിരുനാമ മഹത്വത്തിനായിട്ട് അവർ സമർപ്പിച്ച ജീവിതവും എല്ലാം ഭംഗിയായിട്ട് പറയുന്നുണ്ട് 11-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖനം. എന്നാൽ അവസാന ഭാഗത്ത് വരുമ്പോൾ പറയുന്നു, ഇങ്ങനെ ഈ ത്യാഗങ്ങളൊക്കെ അവർ വളരെ ആത്മാർത്ഥതയോടെ സഹിച്ചുവെങ്കിലും അവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലത് ഒന്ന് ഒരുക്കി. ഞാൻ പറഞ്ഞില്ല, എന്നെ ശ്രദ്ധിപ്പിച്ച ഒരു ഭാഗം എന്ന്. ഇതെന്തുവാ ഈ ഏറ്റവും നല്ലത്? ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് ഒരുക്കി. അവരാരും എന്ന് വെച്ചാൽ യെശയ്യാ പ്രവാചകനോ യെരമ്യാ പ്രവാചകനോ അല്ലെങ്കിൽ ഏലിയ പ്രവാചകനോ എലിശ പ്രവാചകനോ ഒന്നും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലത് ഒന്ന് നമുക്ക് വേണ്ടി ഒരുക്കി. ചിന്തിക്കണം, അതെന്താണ് നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതായി ഒരുക്കിയത്? വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് കാണും. കാൽവറി നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് വേണ്ടി ഒരുക്കി. സ്വർഗീയ അനുഭവങ്ങളിൽ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് വേണ്ടി ഒരുക്കി. കാരണം നാം ജീവിക്കുന്നത് കൃപാവര കാലത്ത്, അത് കൃപ എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ സഭയുടെ വിശ്വാസത്തെ പറ്റി കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുർബാനക്രമത്തിൽ നമ്മൾ പാടത്തില്ലേ, ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവതരുവിൻ ഫലവും ഇവൻ താൻ. അപ്പോ ആദം മുതൽ പുതിയ നിയമത്തിന്റെ സ്ഥാപകനായ കർത്താവിൻ്റെ നാൾ വരെ അനുഭവിക്കാൻ കൊതിച്ചതും എന്നാൽ സാധിക്കാതിരുന്നതുമായ ജീവവൃക്ഷത്തിന്റെ ഫലം, അതാകുന്നു ഏറ്റവും മനോഹരമായ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും നാം മനസ്സിലാക്കേണ്ടതും. ഏദനിൽ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം പറിച്ച് തിന്നുവാൻ ആദത്തിന് അനുവാദം കൊടുത്തിരുന്നു, ഹവ്വായ്ക്കും. പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൽപ്പനയായിരുന്നു. ആ കൽപ്പന ലംഘിക്കപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു വൃക്ഷമാണ് ജീവവൃക്ഷം. അതിൻ്റെ ഫലവും അവർക്ക് തിന്നാൻ അനുവാദമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ മരണാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം ആയിരുന്നു ജീവവൃക്ഷത്തിൻ്റെ ഫലം. അത് പറിച്ചു തിന്നുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. കാരണം പാപിക്ക് ഇത് തിന്നുവാനുള്ള അവകാശവും അധികാരവും ഇല്ല. അങ്ങനെ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൈനീട്ടി പറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദമിനെയും ഹവ്വയെയും ആദ്യ മാതാപിതാക്കളെ
അതെ, ഏദൻ തോട്ടത്തിൽ നിന്നും വെളിയിലേക്ക് ഇറക്കി വിടുകയും തിരികെ വന്ന് അതിൻ്റെ ഫലം പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടി കെരൂബുകളെ അവിടെ കാവലാക്കുകയും ചെയ്തു. ഈ സംഭവമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം, സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നു മുതൽ ആദത്തിനും ആദത്തിൻ്റെ സന്തതികൾക്കും ഈ പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നുക എന്നുള്ളതായിരുന്നു. അത് ലഭ്യമായിരുന്നില്ല. എന്നാൽ അവരെ ഭരിക്കുവാൻ കൽപ്പനകൾ കർത്താവ് കൊടുത്തുകൊണ്ടേയിരുന്നു. ആ കൽപ്പനകളിൽ അത് വേദപുസ്തക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു: ന്യായപ്രമാണ കാലം അവരെ വഴി നടത്തിയത് ന്യായപ്രമാണമാണ്. പ്രവാചകന്മാർ മുഖാന്തരം ന്യായപ്രമാണം കൊടുക്കുകയും ആ ന്യായപ്രമാണത്തിലൂടെ അവരെ ആ പന്ഥാവിലൂടെ അവരെ നയിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ജീവവൃക്ഷം, ജീവതരുവിൻ ഫലം ലഭിക്കുവാനുള്ള വഴി, സത്യം, വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിലേക്ക് അവരെ നയിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവോടുകൂടി ഒരു പുതിയ യുഗം സംജാതമാവുകയാണ്. ആ യുഗത്തിൻ്റെ പേര് ദ ടൈം ഓഫ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ആദ്യത്തെ അതുവരെയുള്ള സമയത്തിനെയാണ് ഞാൻ പറഞ്ഞത് ന്യായപ്രമാണ കാലം അഥവാ ദി ടൈം ഓഫ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ലോ. അതിനുശേഷം ദ ടൈം ഓഫ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപാവര കാലത്തിലേക്ക് വന്നു. അതിന് വേറൊരു പേര് പറയും, ദ ചർച്ച് ഏജ് ഓഫ് ദ ടൈം ഓഫ് എക്ലീസിയ. അവിടെ പ്രത്യേകമായിട്ട് ഉള്ള ഭാഗ്യം ലഭിക്കുന്നത് സഭയിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപിക്കുവാനുള്ള അവസരം ഈ കൃപാവര കാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരാരും, ഞാൻ മുമ്പേ ഒരു ലിസ്റ്റ് പറഞ്ഞില്ലേ പ്രവാചകന്മാരെ പറ്റി, അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ അവരൊക്കെ പിതാക്കന്മാരാ. പണ്ട് ഭാഗമായി വിവിധങ്ങളായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ പിതാക്കന്മാരും പിതാക്കന്മാരും അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം അനുഭവിക്കുവാൻ തക്കവണ്ണം ഏറ്റവും നല്ലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. അതാകുന്നു വിശുദ്ധ കുർബാന. അതാകുന്നു കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപ്യമാകുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹം, അനുഭവം, ഭക്തി, ഇതൊക്കെയും സാധ്യമാക്കി തന്നു. അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൻ്റെ പ്രാധാന്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവതരുവിൻ ഫലമാ കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിൻ്റെ തിരുശരീരം, അവൻ്റെ തിരുരക്തവും. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഞാൻ കൂടുതലും ശ്രദ്ധയോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുർബാനയും വേദപുസ്തകവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. നമ്മുടെ പിതാക്കന്മാർ ഈ കുർബാനയെ ആവിഷ്കരിച്ച് നമുക്ക് നൽകുമ്പം അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടി ജീവിക്കുന്നു. ആ വചനത്തിൻ്റെ ആവിഷ്കരണമാണ് കുർബാന എന്ന് പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ കർത്താവ് 2 കാര്യങ്ങൾ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുവിശേഷപരമായി 2 കാര്യങ്ങൾ വളരെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കൃപായുഗത്തിൽ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് ദ ഗോസ്പൽ, അല്ലെങ്കിൽ സുവിശേഷം. ആ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് തറപ്പിച്ച് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകണം. അങ്ങനെയാ തോമസ് ലീഹ നമ്മുടെ നാട്ടിൽ വന്ന്, കേരളത്തിൽ വന്ന്, ഇന്ത്യയിൽ വന്ന് നമ്മളെ ദൈവമക്കൾ ആക്കി തീർത്തത്. നമ്മളെ എന്താക്കി? ദൈവമക്കൾ. അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഒന്നാമത്തെ കർത്താവ് അവർക്ക് നൽകിയ സുവിശേഷ കൽപ്പനയായത്, നിങ്ങൾ യു ഷുഡ് ഗോ ഈവൻ ടു ദി uttermost part of the world and
preach the gospel. അങ്ങനെ നിങ്ങൾ എനിക്ക് ശിഷ്യന്മാരെ നൽകണം, എല്ലാവരെയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കണം. അതുപോലെ തന്നെ വളരെ പ്രസക്തമായി പറഞ്ഞതാ, പെസഹ ആചരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരുമായി സഹ്യോൻ മാളയിൽ ഇരിക്കുമ്പം, ഞാൻ വരുവോളം ഇത് നിങ്ങൾ ചെയ്യണം, ഞാൻ വരുവോളം ഇപ്രകാരം ചെയ്യണം. അതുകൊണ്ട് സഭ വളരെ പ്രാധാന്യത്തോടുകൂടി അതനുസരിച്ച് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സഭാമക്കൾക്ക് ദൈവമൊരുക്കിയ ഏറ്റവും നല്ലത്, പഴയ നിയമകാലം മുതൽ ഇങ്ങോട്ട് വന്ന് പുതിയ നിയമകാലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏറ്റവും നല്ലത് ഒന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയത് ദൈവം നമുക്ക് തന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, God so loved the world that he gave his only begotten son, whosoever believeth in him shall not perish but have everlasting life. അവനിൽ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ, അതാണ് ഏറ്റവും നല്ലത്. തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലുള്ള ഏറ്റവും നല്ല ഒരു സംഗതി എന്ന് പറയുന്നത് തൻ്റെ പുത്രനാണ്, തൻ്റെ ഏകജാതനായ പുത്രൻ, ലോകാരംഭങ്ങൾക്ക് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന തൻ്റെ പുത്രൻ, ദ ബിഗോട്ടൻ സൺ, ദ ഓൺലി ബിഗോട്ടൻ സൺ. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ്, ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സംഗതി ഇന്ന് ഈ സഹ്യോൻ മാളികയിൽ ഞാൻ നിങ്ങളോട് കൂടെ കഴിക്കുന്ന ഈ പെസഹായുടെ അനുഭവം നിങ്ങൾ ഞാൻ വരുവോളം, രണ്ടാമത് കർത്താവ് വരും എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് തന്നെ ലോകത്തിൻ്റെ സംഭവങ്ങൾ നോക്കിയാൽ വേദപുസ്തക പ്രകാരം പറഞ്ഞത് അക്ഷരം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാ ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ പരിജ്ഞാനവും ഏതാണ്ട്, ഞാൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഐ കംപ്ലീറ്റഡ് മൈ എഡ്യൂക്കേഷൻ ഇൻ 1971. അന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ച സംഗതികൾ ഇന്ന് ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ഹൈസ്കൂളിലെ കുട്ടികൾ പഠിച്ചു. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിച്ച കെമിസ്ട്രി ഏത് ക്ലാസ്സിൽ BScക്കും MScക്കും ഞാൻ പഠിച്ചതും അതേ ഉന്നതമായ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതുമായ കെമിസ്ട്രിയുടെ വിജ്ഞാനപ്രദമായ വളരെ പ്രയാസമുള്ള സംഗതികളൊക്കെ ഇന്ന് +2-ലും +1-ലും +2-ലുമുള്ള കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐൻസ്റ്റീൻ്റെ E=mc² ഞാൻ പഠിച്ചത് എവിടെയാണെന്ന് അറിയാമോ? MSc ഫസ്റ്റ് ഇയറിനാണ് ഞാൻ പഠിച്ചത്. ഇന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് നല്ലതുപോലെ അറിയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? വേദപുസ്തകം പറയുന്നു, അവസാന കാലമാകുമ്പോഴത്തേക്കും പരിജ്ഞാനം അങ്ങ് വളരെ അധികമായി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ സാധാരണയിൽ ഈവൻ ഭിക്ഷക്കാരുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണില്ലേ? അവർക്കത് എടുത്ത് ഉപയോഗിക്കാൻ അറിയത്തില്ലേ? അവർക്കും മറ്റുള്ളവർ ചാറ്റ് ചെയ്യുന്നത് പോലെ ചാറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? വേദപുസ്തകം പറയുകയാണ്, കർത്താവിൻ്റെ വരവ് അടുത്ത് വരുമ്പോൾ ഇതൊക്കെയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധവും യുദ്ധസുഹൃതിയും മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയാണ്. കർത്താവിൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ ധാരാളമായിട്ട് നമുക്ക് കാണാം. ബോക്കോ ഹറാം എന്ന് പറയും. ഞാൻ നൈജീരിയയിലാണ് ജോലി ചെയ്തത്. ഞാൻ ജോലി ചെയ്ത പ്രദേശത്ത് നിന്ന് 200 പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ അവരെവിടാണെന്ന് പോലും അറിയാൻ വയ്യ. എന്ത് സംഭവിച്ചോ എന്ന് അറിയാൻ വയ്യ. അവരെ വിറ്റുകളഞ്ഞോ എന്ന് അറിയാൻ വയ്യ. മതം മാറ്റിയോ എന്ന് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനി പെൺകുട്ടികൾ. എന്തേ ഇതൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞതാ. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പിന്നെയും പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വായിച്ച് നമുക്കങ്ങ് തള്ളിക്കളയാൻ പറ്റും. പക്ഷെ കണ്ണു തുറന്നു നോക്കിയാൽ ഇതൊക്കെ സംഭവിക്കുകയാണ്. ഞാൻ ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പേ UK-യിലായിരുന്നു. അവിടെ ഞാൻ ആയിരുന്ന സമയത്ത്
ദേവാലയത്തിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുക. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ആരാധനയില്ല. ആരാധനയ്ക്ക് പോകുവാൻ ജനത്തിന് താല്പര്യമില്ല. ആരാധന നടത്തുവാൻ അവിടെ ആരുമില്ല. അതുപോലെ തന്നെ എന്നാൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ പോയി കുർബാന കാണുവാൻ ഇടയായി. കാരണം നമ്മുടെ ഒരു ഓർത്തഡോക്സ് പള്ളി അവിടെ ഉണ്ട് ഭാഗ്യത്തിന്. കൂടാതെ കാത്തലിക് ചർച്ചും അടുത്തുണ്ടായിരുന്നു. ഈ രണ്ടിടത്ത് കുർബാനയുണ്ട്. കുർബാനയുടെ പ്രസക്തി അത്. കുർബാന അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. കുർബാന കണ്ട് സംതൃപ്തി അടയുന്ന ഒരു ദൈവ പൈതലിന് കുർബാന കണ്ട് സംതൃപ്തി അടയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതാനും ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടക്കുമ്പോൾ അതില്ലാത്ത ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അതിൻ്റെ മനോഹരമായ പാഴ്സണേജൊക്കെ അത് വിറ്റ് കളഞ്ഞിരിക്കുക. അതൊക്കെ ബാറുകളായി മാറിക്കഴിഞ്ഞു. യേശു എന്തു പറഞ്ഞു? അതെ, മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഇറ്റ് വാസ് എ ചലഞ്ച് വിച്ച് ഹി വാസ് ആസ്കിങ്. അതിന് ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ല കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ തലമുറയും നിന്നെ മറക്കത്തില്ല. ഈ വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കും. 2000 വർഷം സഭയ്ക്ക് ഈ വിശ്വാസം സംരക്ഷിക്കാൻ സാധിച്ചെങ്കിൽ ആ വിശ്വാസം നമ്മുടെ തലമുറകളിലേക്ക് കൈമാറേണ്ട ദൗത്യം നമുക്കുണ്ട് എന്ന് മറന്നു പോകരുത്. വേദപുസ്തകം എന്താ പറയുന്നതെന്ന് അറിയാമോ? അതെ, കുഞ്ഞുങ്ങൾ ദൈവം തരുന്ന ഗർഭഫലമാണ്, പ്രതിഫലമാണെന്നൊക്കെ മലയാളത്തിൽ പറയും. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. Children are a heritage from God. Children are the God's heritage which has given unto us. ദൈവത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി, ദൈവം നമുക്ക് അത് കൈമാറിത്തന്ന വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി, ദൈവം നമുക്ക് നൽകിത്തന്ന കൃപാനാനുഭവം നിലനിർത്തുവാൻ വേണ്ടിയാ എനിക്കും നിങ്ങൾക്കും മക്കളെ നൽകിയത്. ഇങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? കഴിഞ്ഞ തലമുറയ്ക്ക് അറിയാമായിരുന്നു, ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും, കുടുംബമില്ലാത്ത ആരാധനയ്ക്ക് അർത്ഥമില്ല. അവിടെ നിന്നു പോകും. ആരാധന മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജോഷുവ പറഞ്ഞത്, ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി ഷാൽ സെർവ് ദ ലോർഡ്. വാട്ട് എ ഗ്രേറ്റ് ഡിസിഷൻ ഇറ്റ് വാസ്. എന്തൊരു മനോഹരമായ തീരുമാനമാ, എന്തൊരു ധൈര്യസമേതമുള്ള പ്രഖ്യാപനമാ. ഞാനും എൻ്റെ കുടുംബവും, ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി ഷാൽ സെർവ് ദ ലോർഡ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ദേവാലയത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കുർബാന അനുഭവിക്കുവാനും കുർബാന കാണുവാനും ഞങ്ങൾക്കത് സാധിച്ചേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദെയർ ഇൻ അവർ ഇമോഷൻസ്. ഞങ്ങളെ വൈകാരികമായി, മാനസികമായി ഞങ്ങളെ അതുമായി ഒട്ടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പാരമ്പര്യം. ചിലരൊക്കെ പറയും പാരമ്പര്യം ആവശ്യമില്ലെന്ന്. പാരമ്പര്യം ആവശ്യമില്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഈ വാക്യം എടുത്തു കളയണം. എന്താണ്? ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ്. ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഫ്രം ഗോഡ്. പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി, വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകൾ നിലനിർത്തുവാൻ വേണ്ടി, കുർബാനയുടെ അനുഭവം നിലനിർത്തുവാൻ വേണ്ടി, കൂദാശയുടെ അനുഭവം നിലനിർത്താൻ വേണ്ടിയാ തലമുറകളെ തരുന്നത്. മറന്നുപോയാൽ ശിക്ഷിക്കപ്പെടും. മറന്നുപോയാൽ ശാപഗ്രസ്തരായി പോകും. അതുകൊണ്ട് കർത്താവ്, അതെ, വേദപുസ്തകം പറയുന്നു, പൗലോസ്ലീഹ ഇങ്ങനെ എഴുതി, അതെ, അവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലത് ഒന്ന് ഒരുക്കി. ഈ ഒരുക്കിയത് അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ നന്ദിയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ. വീണ്ടും കുർബാന തുടങ്ങുമ്പോൾ പാടുന്ന ഗീതങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുർബാനയെ പറ്റി എന്താ പറയുന്നത്? അതെ, ഈ കുർബാന എന്തൊക്കെയാണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അതെ, ഇത് സ്തോത്രമാണെന്ന് നമുക്കറിയാം. ഇത് അതെ ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി അർപ്പിക്കുന്ന അനുഭവമാണെന്ന് അറിയാം. ഈ കുർബാന ബലിയും സ്തോത്രവും ഒക്കെയാണെന്ന് നല്ലതുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും, സമാധാനവും, അതെ, അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും, അതാകുന്നു ദൈവം നമുക്കായി മുൻകരുതിയിരുന്നത്. എന്താ ഇത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചിലപ്പോൾ ഓർക്കും, അതിൻ്റെ ആ
അത് സ്തോത്രം, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ, ബലി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതി വെക്കാമെങ്കിൽ, എഴുതി വെക്കാൻ അനുവാദമില്ല, ഞാൻ പറയുകയാ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കയ്യിൽ ഇരുന്ന അപ്പവും വീഞ്ഞും എടുത്ത് സ്തോത്രം ചെയ്തു. അതുകൊണ്ട് സ്തോത്രം, യാഗത്തോടുകൂടി സ്തോത്രം അർപ്പിക്കപ്പെടുകയാ. സ്തോത്രം അർപ്പിക്കപ്പെടുമ്പോൾ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ഇങ്ങ് വരും. അനുഗ്രഹത്തോടുകൂടി നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രതിഫലമാണ് സമാധാനം. ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിൽ വന്ന് കുർബാന കൊണ്ടതിന് ശേഷം സമാധാനമില്ലാതെ ഇറങ്ങിപ്പോകരുത്. If you have come without peace, this great sacrifice is going to give you a lot of peace. സമാധാനത്തോടു കൂടെ പോകണം. എത്ര പ്രാവശ്യം മധുവായിൽ എന്ന് പറയും, നിങ്ങൾ സമാധാനത്തോടു കൂടെ പോകണം. നിങ്ങൾക്ക് എൻ്റെ സമാധാനം. ഈ സമാധാനം കർത്താവ്, അതെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പോഴേക്കും പറയുന്നുണ്ട്, ലോകം തരുന്നത് പോലെ അല്ല ഈ സമാധാനം, ഇത് സ്വർഗീയ സമാധാനമാ, ഇത് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്ന സമാധാനമാ, ഇത് നിങ്ങളുടെ വികാരങ്ങളിൽ വസിക്കുന്ന സമാധാനമാ, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന സമാധാനമാ. If you are at peace with God, you can be at peace with any human being. Even the most cruel person, with him you can be at peace. ദാനിയേൽ ബാബിലോണിൽ അടിമയായി, രാജാവിൻ്റെ അടിമയായി പോയതാ. പക്ഷേ he was at peace with the king. രാജാവിനോട് സമാധാനത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് സാധിച്ചതുകൊണ്ട് ദാനിയേലിനെ ഉയർത്തി ഏറ്റവും ഉന്നതമായ സ്ഥാനം അവിടെ കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. അതുപോലെ തന്നെയാ ഫറവോയുടെ മുമ്പിൽ ജോസഫ്. he was at peace with God. ദൈവവുമായി സമാധാനത്തിലായിരുന്നത് കൊണ്ട് he was at peace with even the cruelest king, the ഫറവോ അതുകൊണ്ട് അവനെ ഉയർത്തി രാജ്യത്ത് രണ്ടാമനാക്കി തീർത്തു. നമുക്കും ഇത് സാധ്യമാ. ഈ കുർബാനയിലൂടെ നാം പ്രാപിക്കുന്നതായി സമാധാനം. ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് കുർബാന കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും he is at peace with God. ദൈവം മനുഷ്യനുമായി, അതേ, മനുഷ്യന് നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു നൽകുന്നത് കുർബാന. ആ സമാധാനം നിങ്ങളുടെ ഇടയിൽ വാഴണം എന്ന് പറഞ്ഞ കയ്യസൂരി കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം തമ്മിൽ it is like an electric power which is being conducted throughout the church with the people who are standing there. ഓരോരുത്തരും ഈ കയ്യസൂരി കൊടുക്കുമ്പോൾ ശക്തിയാണ് പകർന്നു കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ സമാധാനമാണ് പകർന്നു കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ആശ്വാസമാണ് പകർന്നു കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയാണ് പകർന്നു കൊടുക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അനന്തമായ അനുഭവങ്ങളാണ് പകർന്നു കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും ആത്മാവിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന അനുഭവമല്ല, നിരന്തരം. അതേ, രാജാവിൻ്റെ കൽപ്പന എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഐ ഹാവ് നോ പ്രോബ്ലം. രാജാവിൻ്റെ കൽപ്പന എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഐ ഹാവ് നോ പ്രോബ്ലം. ആരാ പറഞ്ഞത്? ദാനിയേലിനെതിരായി കൽപ്പന എഴുതപ്പെട്ടു. രാജാവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും രാജാവിനെ കൊണ്ട് എഴുതിച്ചു. ദാനിയേൽ അതൊന്നും വകവച്ചില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ്റെ കിളിവാതിലുകളെ തുറന്ന് എല്ലാവരും കാണെ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്വർഗത്തെ ദൈവത്തെ അവൻ ആരാധിച്ചു. അതെ, ഇപ്പോൾ ഇവിടെ മുട്ടുകുത്തി, അതെ, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചതുപോലെ ദാനിയേൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ സിംഹത്തിൻ്റെ വാ ദൈവം പൊത്തിച്ചത്. സിംഹത്തിൻ്റെ വാ ദൈവം അതെ പൂട്ടിക്കളഞ്ഞു. ബിക്കോസ് ഓഫ് ഹിസ് ഫെയ്ത്ത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചുവെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തിയാണ്. 3 ബാലന്മാരുടെ ഇടയിലേക്ക് 4-മനായി ഇറങ്ങി വന്നെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. വിശ്വാസത്തോടുകൂടി അർപ്പിക്കപ്പെടുന്ന യാഗം ദൈവം അംഗീകരിക്കും. വിശ്വാസത്തോടുകൂടി കടന്നു വന്ന് കുർബാനയിൽ സംബന്ധിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. വിശ്വാസത്തോടുകൂടി കടന്നു വന്ന് കുർബാന അനുഭവിച്ചാൽ ദൈവം ഉയർത്തും. നമ്മൾ ആദ്യം പാടത്തില്ലേ, ഹബേലിൻ കുഞ്ഞാടും. ഇങ്ങനെ സഭ നമ്മെ ഓർപ്പിക്കുക,
This is something greater than that, I would say. It is something we should remember, like that great sacrifice. ഹബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. അപ്പൊ ഇതൊക്കെ കർത്താവ് കൈക്കൊണ്ടു അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് അവിടുത്തെ മുമ്പിൽ അതെ വെച്ചിരിക്കുന്ന ഈ കുർബാനയെ അവിടുന്ന് കൈക്കൊണ്ട് അനുഗ്രഹിച്ച് അതിൽ പ്രസാദിക്കണം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹാബേൽ രക്താർപ്പിത യാഗമർപ്പിച്ചു, അത് ദൈവം ഉടനെ അംഗീകരിച്ചു. കാരണം രക്തം ചിന്താതെ വിമോചനമില്ല, രക്തം ചിന്താതെ പാപമോചനമില്ല. നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണെന്നറിയാം. ഇവിടെ ഇരിക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കാത്ത ഒത്തിരി പേര് വരുന്നവരും ക്രിസ്തീയ ജീവിതത്തെ ഏതുമില്ല എന്ന് തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവരും ഒക്കെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒത്തിരി വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥ അനുസരിക്കാതെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നും നേടത്തില്ല. ഫോർ എക്സാമ്പിൾ, whosoever believeth in him shall not perish. അവനിൽ വിശ്വസിക്കുന്നവനേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. അപ്പോൾ അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസം അതുണ്ടെങ്കിൽ മാത്രമേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അത് വലിയൊരു വ്യവസ്ഥയാണ് ദൈവം വെക്കുന്നത്. അതുകൊണ്ട് ഹാബേലിന്റെ ബലിയിൽ രക്താർപ്പിതമായിരുന്നു, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. രക്തം ചിന്താതെ വിമോചനമില്ല. ഹാബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലേ, കുടുംബമായി ആരാധിക്കുന്നതിൻ്റെ മഹത്വം. അങ്ങനെയായിരുന്നെങ്കിൽ കായീൻ ഹാബേലിനെ കൊല്ലത്തില്ലായിരുന്നോ? നിങ്ങൾ എന്നോട് യോജിച്ചാലും ഇല്ലേലും എൻ്റെ ഒരു ചിന്തയാണ്. ചിലപ്പോൾ ഞാൻ ചില കവികളുടെ മനസ്സോടെ അങ്ങ് ചില സങ്കല്പങ്ങളിലേക്ക് പോകും. Why there were only 4 people? Adam, Hawa, Cain and Habel. Why Habel alone is doing this great sacrifice as per the conditions of God? ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച ഈ ഒരു പൈതൽ മാത്രം, അവനും ആദത്തിന്റെയും ഹവ്വയുടെയും മകൻ തന്നെയാണ്. പക്ഷേ അവൻ മാത്രം എന്തേ? അവൻ വ്യവസ്ഥയ്ക്കനുസരിച്ച് യാഗം കഴിക്കുക, വിശ്വാസത്തോടെ യാഗം കഴിക്കുക, സമർപ്പണത്തോടെ യാഗം കഴിക്കുകയാ, സ്തോത്രത്തോടെ യാഗം കഴിക്കുകയാ, പ്രാർത്ഥനയോടെ യാഗം കഴിക്കുകയാ, അനുഗ്രഹത്തോടെ യാഗം കഴിക്കുകയാ. ദൈവം സ്വർഗത്തിൽ നിന്ന് കണ്ട് അവനെ അങ്ങ് അനുഗ്രഹിച്ചു. അവൻ്റെ യാഗത്തിൽ ദൈവം സന്തോഷിച്ചു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കായീൻ എവിടെ? അപ്പൻ ആദം എവിടെ? അമ്മ ഹവ്വ എവിടെ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഈ അപ്പനും അമ്മയും കായീനും ഹാബേലും കൂടെ ഒന്നിച്ച് ഈ ദൈവ പൈതൽ യാഗം കഴിച്ച സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ അനുഗ്രഹം അവർക്കെല്ലാം കിട്ടിയേനെയും, ഈ കൃപ അവർക്കെല്ലാം കിട്ടിയേനെയും, ഈ സ്നേഹം അവർക്കെല്ലാം പങ്കുവെക്കാമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും കുടുംബമില്ലാത്ത ആരാധന, പ്രിയപ്പെട്ടവരെ, ഒത്തിരി അനുഗ്രഹങ്ങളൊന്നും തരത്തില്ല. ഇന്നെല്ലാ കുടുംബങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതാ. പഴയകാലത്ത് അങ്ങനല്ല. കുടുംബ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, മയ്യലിൻ്റെ നമസ്കാരം, സന്ധ്യാപ്രാർത്ഥന, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇന്നിതൊക്കെ ഉണ്ടോ? അതുകൊണ്ട് കുടുംബങ്ങൾക്ക് അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. ഒത്തിരി കായീനുകൾ ഹാബേലുകളെ കൊല്ലുകയാണ്. മാതാപിതാക്കളെ പോലും പീഡിപ്പിക്കുന്ന മക്കൾ ഇന്ന് അതിശയമല്ല എന്ന് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ കാരണം കുടുംബാരാധന നഷ്ടപ്പെട്ടതാ. The family that stays together is the family that prays together. In other words, the family that prays together shall adhere together, shall stay together. അപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മെ ഒട്ടിച്ചു നിർത്തുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാ. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ സ്നേഹമില്ല, സ്നേഹമില്ലാത്ത കുടുംബത്തിൽ അനുസരണമില്ല, അനുസരണമില്ലാത്ത കുടുംബത്തിൽ തമ്മിൽ ബന്ധമില്ല, ഊഷ്മളമായ സ്നേഹം വ്യാപരിക്കത്തില്ല. അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് ഹാബേൽ ബലിയർപ്പിച്ചു, ഹാബേലിൽ മാത്രം ദൈവം പ്രസാദിച്ചു, ഹാബേലിനെ ദൈവം അനുഗ്രഹിച്ചു. അത് അസൂയയായി മാറി. ഇന്ന് ലോകത്തിൽ സ്വന്തം ഭവനത്തിൽ കാണുന്ന വലിയൊരു അനുഭവമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അസൂയ, ഭർത്താവിന് ഭാര്യയോട് അസൂയ, ചേട്ടൻ അനിയനോട് അസൂയ, അപ്പന് മകനോട് അസൂയ, മകൻ അപ്പനോട് അസൂയ. ഒന്നും പറയണ്ട. ആ കൊച്ചു പൈതലിനെ ജ്യേഷ്ഠൻ കൊന്നു കളഞ്ഞു. കർത്താവ് പണ്ടേ പറഞ്ഞതാ, ഇഫ് യു ഈറ്റ് ദ ഫ്രൂട്ട് thereof the result of which shall be death. ആദമദർ അത് മനസ്സിലാക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. തിന്നു, മരിച്ചില്ലല്ലോ, നത്തിങ് ഹാപ്പൻഡ്. പക്ഷേ അവൻ്റെ ആത്മാവ് മരിച്ചു എന്ന് അവൻ അറിയായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സ്വന്തം മകൻ്റെ രക്തം അത് ചിന്തിക്കിടക്കുന്നത് കണ്ടപ്പോൾ, ജ്യേഷ്ഠൻ അനിയനെ അനുജനെ തകർത്തിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി, വാട്ട് ഗോഡ് സെഡ് ഈസ് റൈറ്റ്. അത് തന്നെയായി ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് രണ്ടാമത് വരുമെന്നും സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരുമെന്നും, അതെ കാഹളനാദം സ്വർഗത്തിൽ നിന്ന് ഉയരുമെന്നും, അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും, കർത്താവിൽ അക്ഷയരായി മരിച്ചവർ കർത്താവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമെന്നും, പിന്നെ കർത്താവ്, അല്ലെങ്കിൽ ഞാനത് വേദപുസ്തകത്തിലെ വാക്യപ്രകാരം പറയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഇറങ്ങി വരികയും കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും, പിന്നെ ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ രൂപാന്തരം പ്രാപിക്കുകയും മേഘാരൂഢരായി കർത്താവിനോട് ചേരുകയും, അങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഇത് സംഭവിക്കും. ദിസ് വിൽ ഹാപ്പൻ. പ്രത്യാശയോടെ നമുക്ക് മരിക്കണ്ടേ? പ്രത്യാശയോടെ മരിക്കാത്തവൻ സ്വർഗത്തിൽ പോകത്തില്ല. പ്രത്യാശയോടെ മരിക്കാത്തവൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? ആ പ്രത്യാശയോടുകൂടെ മരിക്കുന്ന അനുഭവത്തെയാ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആയിത്തീരരുത്. കർത്താവ് പറഞ്ഞതൊക്കെ സംഭവിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു പോകുകയാ. കർത്താവ് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ മരണം നിന്നെ ആക്രമിക്കും, നീ മരണത്തിന് അധീനനായി പോകും. അന്നത് മനസ്സിലായില്ല, ഇന്നത് മനസ്സിലായി. സ്വന്തം സഹോദരനെ, ജ്യേഷ്ഠൻ അനുജനെ തല്ലിക്കൊന്നു. ഭാരതീയ ചിന്തയനുസരിച്ച് ജ്യേഷ്ഠൻ അപ്പന് തുല്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ഫിലോസഫിയിൽ, ഭാരതീയ ചിന്തകളിൽ, ഉപനിഷത്തുകളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അപ്പന് തുല്യന ജ്യേഷ്ഠൻ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയിരുന്നു. അപ്പനോടുകൂടി മൂത്ത സഹോദരൻ ഒരുപക്ഷെ വിദ്യാഭ്യാസം പോലും മാറ്റി നിർത്തി ത്യാഗം സഹിച്ച് അനുജന്മാരെ പഠിപ്പിച്ച് കയറ്റി, പിന്നെ ഈ അനിയന്മാർ ജ്യേഷ്ഠനെ തിരിഞ്ഞു നോക്കാത്ത എത്രയെത്ര ഭവനങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു ശൈലി, അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു സംസ്കാരം. ഇന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ജ്യേഷ്ഠൻ അപ്പന് തുല്യനായി മകനെ, അനുജനെ സംരക്ഷിക്കേണ്ട ജ്യേഷ്ഠനാണ് ഈ അനിയനെ അടിച്ചു കൊന്നത്. ഒരു കാരണവുമില്ല. കാരണം എന്താണ്? ഇവന്റെ പ്രവൃത്തി, അനുജന്റെ പ്രവൃത്തി ജ്യേഷ്ഠന്റെ പ്രവൃത്തിയേക്കാൾ നല്ലതായിരുന്നു. അനുജനിൽ ദൈവം പ്രസാദിച്ചു. അനുജൻ നീതിമാനായിരുന്നു. ഒറ്റേ ഒരു കാരണം. പക്ഷേ പാപത്തിന്റെ ശമ്പളം മരണം. അവിടെ അതാ സംഭവിക്കുന്നത്. ആദത്തിനോട് പറഞ്ഞ ആ സംഭവം, ആദ്യത്തെ മരണം സംഭവിക്കുക. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായി നിലവിളിച്ചു ദൈവത്തോട്. ദൈവത്തിന് സ്വർഗത്തിലിരിക്കാൻ പറ്റിയില്ല, ഇറങ്ങി വന്നു. കായൻ ശാപഗ്രസ്തനായി പോയി. Chase him out. Get out from here. Go. You are the most cursed of all human beings under the sun. പ്രിയപ്പെട്ടവരെ, ശാപം ഒരു ഭയങ്കര നിർഭാഗ്യമാണ്. ഇനി അത് വിവരിക്കാൻ എനിക്ക് സമയമില്ല, അടുത്തതിലേക്ക് പോകാം. ഹബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട. നോഹയും അത് തന്നെയാ ചെയ്തത്. അരാറാത്ത് മലയിൽ ഈ പെട്ടകം ഉറച്ചു. അതിനുശേഷം ഭൂമിയിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ ഉടനെ മൃഗങ്ങളും ദൈവം തന്നെയാ അതിൻ്റെ കിളിവാതിലുകൾ തുറക്കുകയാ.
എല്ലാവരും വെളിയിൽ വന്നു. അതെ, ഷേം, ഹാം, ജാഫേത്ത്. അതെ, അതുപോലെ തന്നെ നോഹയുടെ ഭാര്യ, നോഹയുടെ അതെ ആൺമക്കളും അവരുടെ ഭാര്യമാരും എല്ലാം കൂടെ എത്ര പേര്? 8 പേര്. 8 പേരെ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന് വേദവസ്തം പറയുന്നു. മറ്റവരെല്ലാം മരിച്ചുപോയി. ഈ 8 പേര് രക്ഷ പ്രാപിച്ചതിന്റെ കാരണം അറിയാമോ? അവിടെയും ഞാൻ പറയുക, ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി ഷാൽ സെർവ് ദ ലോർഡ്. ഈ മണ്ടനായ മനുഷ്യൻ മഴ അന്നുവരെയും പെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഭൂമിയിൽ വീണിട്ടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ദൈവം നോഹയോട് കൽപ്പിച്ചതനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പെട്ടകമുണ്ടാക്കുക. എല്ലാവരും വിട്ടി 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 പടുവിട്ടി എന്ന് വിളിച്ചു നോഹയെ. ഇന്ന് നമുക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസം ജീവിതം നയിക്കുന്നവരെ വിട്ടി എന്ന് വിളിക്കും. അല്പസമയം കൂടെ നീ ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന നിനക്ക് കൂടുതൽ പണം പിടിക്കാമായിരുന്നല്ലോ. ഞായറാഴ്ച ദിവസം ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിലുണ്ടോ? തിരുവനന്തപുരത്തെങ്ങുമില്ല. കാരണം അവിടെ ടെക്നോ പാർക്കുണ്ട്. ഞായറാഴ്ചയും ജോലി ചെയ്താൽ പൈസ കിട്ടും കൈനിറച്ച്. ഞായറാഴ്ചകളെ ധ്വംസിച്ച് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ദൈവം പ്രതികാരം ചെയ്യും, സംശയമില്ല. This is the day that the Lord has made. So what shall we do? We shall rejoice and be glad in it. ഈ ദിവസം, ഈ കർത്തൃ ദിവസം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ, ദൈവത്തിൽ സന്തോഷിക്കുവാനാ, ദൈവത്തിൽ ആനന്ദിക്കുവാനാ, ദൈവത്തിന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനാ, ആരാധിക്കുവാനാ. പക്ഷേ ഇന്ന് അതിനാരും തയ്യാറല്ലെന്ന്. അതാ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയം. കള്ളുഷാപ്പിൽ പോയാൽ ഒരുപക്ഷെ പലരെയും അവിടെ കാണാം. മറ്റു പല സ്ഥലങ്ങളിലും ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെയും കാണാം. ദേവാലയത്തിൽ വരുവാൻ മനസ്സില്ല. പക്ഷേ നോഹ അങ്ങനെ ആയിരുന്നില്ല. നോഹയോട് ദൈവം പറഞ്ഞു, പ്രവേശിക്കാൻ പറഞ്ഞു. കിളിവാതിലുകൾ തുറന്നിട്ടിരിക്കുക. എല്ലാവരെയും നോഹ ആഹ്വാനം ചെയ്തു, കം ആൻഡ് ഗെറ്റ് ഇൻസൈഡ്, ബിക്കോസ് വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുക. രക്ഷപ്പെട്, രക്ഷപ്പെട്, രക്ഷപ്പെട്. സുവിശേഷമാകുന്ന ഈ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക. ഓടാ പൊട്ട, മഴ പെയ്യാത്തടത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നോ? ഇതുവരെ ആ കടലിങ്ങോട്ട് കയറിയിട്ടില്ല. സുനാമി കനോട്ട് ഹാപ്പൻ. ദൈവം തന്നെ വാതിലടയ്ക്കാൻ പോകുക. നോഹ പിള്ളേരോട് പറഞ്ഞു, കേറിയിനട അകത്ത്. ഭാര്യ പണ്ടേ കയറി. ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യയായിരുന്നു നോഹയുടെ ഭാര്യ. പിള്ളേരുടെ ഭാര്യമാരോ? പേരൊന്നും വേദപുസ്തകത്തിൽ അവരുടെ പറഞ്ഞിട്ടില്ല. ഷേം, ഹാം, ജാഫേത്ത്, ഈ 3 പേരുടെ ഭാര്യമാർ. ഭർത്താക്കന്മാർ കയറിയപ്പോൾ അവരും കയറി. ഇന്ന് ഇതൊക്കെ മൈൻഡ് യുവർ ബിസിനസ് പറയുന്ന സംഗതികളാ. ഭർത്താവ് പറയുന്നത് കേൾക്കുന്ന ഭാര്യമാര് കുറവാ. ഭാര്യമാര് പറയുന്നത് കേൾക്കുന്ന ഭർത്താക്കന്മാരും കുറവാ. അപ്പൻ പറയുന്നത് കേൾക്കുന്ന പിള്ളേരും കുറവാ. അമ്മായിയമ്മ പറയുന്നത് കേൾക്കുന്ന മരുമക്കളും കുറവാ. പക്ഷേ he had the control of his home. If you don't have the control of your home, that is the greatest unfortunate thing which can happen in your life. വിശ്വാസ ജീവിതത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാകാത്ത ഭാര്യയാണോ? വിശ്വാസ ജീവിതത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാകാത്ത മക്കളാണോ? പോയി. ഞാനിന്ന് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവർ ചിൽഡ്രൻ ക്യാൻ ബി ഗ്രേറ്റ് ഓർ സ്മോൾ, but what we should and must do is that we should give Jesus to them than anything else. യേശുവിനെ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു. അവരെവിടെ ചെന്നാലും പരാജയമായിരിക്കും. ഡോക്ടറായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, IAS കാരനായിരിക്കും, IPS കാരനായിരിക്കും, പ്രധാനമന്ത്രിയായിരിക്കും. If Jesus is not with you, അതെ, നമ്മൾ കേട്ടതല്ലേ, എവിടെ MLA ക്വാർട്ടേഴ്സിൽ ഒളിച്ചിരിക്കുന്നത് ആരായിരുന്നു? MLA ക്വാർട്ടേഴ്സിൽ ഒളിപ്പിക്കുന്ന സ്ഥലമാണോ? നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചില്ലേ? യേശുവില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജീവിതം പകർന്നു കൊടുത്താൽ ഉണ്ടാകുന്ന അനുഭവം, they will grow to become criminals. അപ്പൊ അതുകൊണ്ട് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ഈ സുവിശേഷമാകുന്ന പെട്ടകത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ല എങ്കിൽ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും. നോഹ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്
വലിയൊരു അതെ ഒരു യാഗാർപ്പണം നടത്തി. ശുദ്ധിയുള്ള മൃഗങ്ങളെയും ശുദ്ധിയുള്ള പക്ഷികളെയും എടുത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഈ കുർബാനയ്ക്ക് ഗ്രീക്കിൽ ഒരു പദമുണ്ട്, ദി ഹോളി യൂക്കറിസ്റ്റ്. ദ ഹോളി യൂക്കറിസ്റ്റ് എന്ന് വെച്ചാൽ സ്തോത്രം അർപ്പിക്കുന്ന അനുഭവം. അത് സ്തോത്ര അർപ്പണം. കുർബാനയുടെ വേറൊരു പദമാണ് ഞാൻ പറഞ്ഞത്. അതേ, നോഹ യാഗത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം പറഞ്ഞു. അപ്പൊ നോഹയുടെ വലത്ത് വശത്ത് അവന്റെ ഭാര്യ, ഇപ്പുറത്ത് അവന്റെ ആൺമക്കൾ, ഭാര്യയുടെ അപ്പുറത്ത് അവളുടെ 3 മരുമക്കൾ. വാട്ട് എ ഗ്രേറ്റ് ജോയ്, വാട്ട് എ ഗ്രേറ്റ് ഫാമിലി, വാട്ട് എ ഗ്രേറ്റ് സാൽവേഷൻ. ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചു. നോഹേ, നീയും നിന്റെ മക്കളും ഭൂലോകം മുഴുവൻ അതെ വർദ്ധിച്ചു പെരുകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഭൂമിയിൽ നിനക്ക് വേണ്ടതൊക്കെയും ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ എന്ത് വേണം? എനിക്ക് പൈസ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് മണി. ഐ വാണ്ട് വാട്ട്? ഗ്രേസ്. ഐ വാണ്ട് വാട്ട്? ബ്ലെസ്സിങ്സ് ഫ്രം ദ ലോർഡ്. ദൈവം അനുഗ്രഹിച്ചാൽ മതി. ഇതാണ് നോഹ തൻ്റെ കുടുംബത്തിന് വേണ്ടി മേടിച്ചു കൊടുത്തത്, കർത്താവിൽ നിന്ന് മേടിച്ചു കൊടുത്തത്. അതെ മനുഷ്യജാതിക്ക് വേണ്ടി അന്ന് നോഹ അതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ. അവൻ മനോഹരമായ ഒരു യാഗമർപ്പിച്ചു. ദൈവം പ്രസാദിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന് വേറൊന്നും വേണ്ട, സ്തോത്രം മതി. ഈ പറയുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ വരുവോളം ഇപ്രകാരം ചെയ്യണം, ഞാൻ വരുവോളം ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ബിക്കോസ് യു ആർ എ ഹെറിറ്റേജ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ അതെ പാരമ്പര്യവാഹികളാ. നിങ്ങൾ ദൈവത്തിൻ്റെ സംസ്കാരവാഹികളാ. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപാവാഹികളാ. നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷവാഹികളാ. This you should continue not only in your generation but for the generation to come until the coming of the Lord Jesus Christ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും തടസ്സമില്ലാതെ ഇത് നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടിയ സഭയെ ദൈവം അതെ ഉയർത്തിക്കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ മണവാട്ടി സഭയായി സഭയെ സൂക്ഷിക്കുന്നത്. അനുഗ്രഹപ്രദമായ കുർബാനയും അതോട് ചേർന്ന ആരാധനയും അതിനോട് ചേർന്ന നമസ്കാരങ്ങളും അതിനോട് ചേർന്ന പ്രാർത്ഥനയും രാവും പകലും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം, യാമങ്ങളിലും യാമാരംഭത്തിലും യാമാവസാനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. അതിനുവേണ്ടിയായി ദേവാലയം ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടിയാ പരിമല തിരുമേനിയുടെ അതേ വിശുദ്ധ ജീവിതം നമ്മയൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ. ഈ സഭ എത്ര മനോഹരമാണെന്നറിയാം. ഞാൻ ചിലപ്പോൾ ഐ തിങ്ക് ഇൻ എ ലോജിക്കൽ മാനർ. വാട്ട് എ ഗ്രേറ്റ് ലോജിക്കൽ തിങ്കിങ് ഈസ് ബിഹൈൻഡ് ദിസ് ചർച്ച്, ബിഹൈൻഡ് അവർ ഫോർഫാദേഴ്സ്. ഈ പിതാക്കന്മാർ എത്ര പ്രാഗൽഭ്യത്തോടു കൂടി ഇതൊക്കെ ചെയ്തത്. അബ്രഹാമിന്റെ ബലിയെ അർപ്പിക്കുക. സ്വന്തം മകനെ അർപ്പിക്കാനായി മോറിയ മലയിലേക്ക് കൊണ്ടുപോയി അവന്റെ കൈകാലുകൾ കെട്ടി വാളെടുത്ത് വെട്ടാൻ തുടങ്ങുമ്പോൾ അബ്രഹാമേ 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 എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പലപ്പോഴും ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ കേട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ബിക്കോസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അബ്രഹാം കേട്ടു. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞനെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തത്. ഗോഡ് ഈസ് ടോക്കിംഗ് ടു us, ഗോഡ് ഈസ് ടോക്കിംഗ് ടു us about our children. നമ്മുടെ മക്കളെ പറ്റി ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവന്റെ ജീവനെ പറ്റി, സൗഖ്യത്തെ പറ്റി ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുവാനുള്ള ചെവി നമുക്കില്ല. ദാറ്റ് ഫ്രീക്വൻസി ഈസ് ലോസ്റ്റ്. We have lost the frequency of the God's voice to enter into our ears. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ഫ്രീക്വൻസി നമുക്കില്ല. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ആ ടെലിവിഷൻ ഇരുന്ന് ബ്രേക്ക് ഡാൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്? പക്ഷെ അബ്രഹാം കേട്ടു ദൈവത്തിന്റെ ശബ്ദം. അബ്രഹാമേ, അതാ അവിടെ ഒരു ആട്ടുകൊറ്റൻ വൃക്ഷത്തിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. വൃക്ഷവും ആട്ടുകൊറ്റനും വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാൽവറിയുമായി ചിന്തിക്കുമ്പം. അബ്രഹാം ഓടിപ്പോയി അതിനെ എടുത്തുകൊണ്ട് ഓടി വന്നു. കുഞ്ഞിന്റെ കെട്ടുകളൊക്കെ അഴിച്ചുവിട്ടു. ആടിനെ അവിടെ കെട്ടി ബലിയായി അർപ്പിച്ചു. അതുകൊണ്ട് ഹബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. 22-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ
ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ച് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടു. യഹോവ ഈരേ. നിങ്ങൾ വായിച്ചു നോക്കണം, ഇതേ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന യഹോവ ഈരേ 22:14. ദൈവം അവൻ നടത്തിയ യാഗത്തിൽ, അവന്റെ സ്തോത്രയാഗത്തിൽ ദൈവം പ്രസാദിച്ചു. തൻ്റെ മകന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് അതിൽ കൂടുതൽ ഒരു സന്തോഷം ഇനി ഉണ്ടാകാനില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ വലിയ രോഗത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മുഴുവൻ. പലപ്പോഴും ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് എ ഗോഡ് ഹു ഹീലത്ത് മീ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള സത്യം ഞാൻ രുചിച്ച് അറിഞ്ഞു. 34-ാം സങ്കീർത്തനത്തിൽ അതല്ലേ പറയുന്നത്, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ടേസ്റ്റ്, യു വിൽ നോട്ട് നോ ദാറ്റ് ഹി ഈസ് ഗുഡ്. അവനെ രുചിച്ചറിയുവാൻ അത് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൻ നല്ലവനാണെന്ന് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് അബ്രഹാം, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിച്ച ദൈവമേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി അതേ കുഞ്ഞാടിനെ തന്ന ദൈവമേ, നിന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മകനെ തരാമെന്ന് അതേ നിഴലുകളിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവമേ, ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് കുഞ്ഞ് ചോദിച്ചത്, ആടെവിടെ അപ്പ, ആടെവിടെ? എന്ത് പറഞ്ഞു? സ്വർഗത്തിലെ ദൈവം ആടിനെ കാണിച്ചു തരും മോനെ, സ്വർഗത്തിലെ ദൈവം ആടിനെ കാണിച്ചു തരും മോനെ. കാണിച്ചു തന്നു. വിശ്വാസ പ്രഖ്യാപനം വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം വിശ്വാസം പ്രഖ്യാപിക്കണം. മോനെ, പ്രയാസപ്പെടേണ്ട, ദൈവം തക്ക സമയത്ത് നിനക്ക് കൃപ തരും. 6, 7, 8 മക്കളെ വളർത്തി വിട്ടപ്പോൾ അതല്ലായിരുന്നു ആശ്വാസം. തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിട്ടിട്ടില്ലേ മകനെ, നീ പോകുന്നിടത്ത് ദൈവം നിന്നോട് കൂടെ കാണും. പലരും അന്നൊക്കെ പട്ടാളത്തിൽ പോയി സ്വന്തം കുടുംബത്തെ പരിപാലിക്കുവാൻ. മക്കളാ പോയത്. അനിയന്മാരെയും പെങ്ങന്മാരെയും ഒക്കെ കെട്ടിച്ചയക്കാനും അണിയന്മാരെയൊക്കെ പഠിപ്പിക്കാനും. അപ്പൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ട മക്കൾ അതൊക്കെ ചെയ്തു. അതിലേക്കൊന്നും പോകുവാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. ഒരു പുതിയ വെളിപ്പെടൽ. യഹോവ ഈരേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞെന്നെ സഹായിക്കുന്ന ദൈവം, എൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് നൽകുന്ന ദൈവം, എന്നെ ദിനംതോറും പരിപാലിക്കുന്ന ദൈവം. യഹോവ ഈരേ, ജഹോവ ജായിറേ എന്ന് പറയും ഇംഗ്ലീഷിൽ. ജഹോവ ജായിറേ, മലയാളത്തിൽ ജഹോവ ഈരേ. അത് എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അതേ ഭാഷയിലാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവ ഈരേ. കർത്താവിന് 7 രക്ഷാനാമങ്ങളുണ്ട്. 7 രക്ഷാനാമങ്ങൾ. യഹോവ ഈരേ, യഹോവ ശാലോം, യഹോവ ഷമ്മ, യഹോവ കാദേശ്. ഒന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ ആദ്യത്തെ ദൈവം യഹോവ ഈരേ എന്നുള്ള വെളിപ്പാട് ഈ സ്തോത്രയാഗത്തിലാണ് വരുന്നത്. നെഞ്ചത്ത് കൈയടിച്ചോണ്ട് പറയുന്നത് അത് തന്നെയാ. അനൻ മോറിയോ, ദൈവമേ എന്നോട് ഉത്തരമരുളണമേ. അബ്രഹാമിന് വെളിപ്പെട്ടതുപോലെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എലിയാവ് യാഗമർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് 800 ചെല്ലുവാനും ദുർപ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഏകനായി, ദൈവമേ ഇനി ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതിനെ എല്ലാം കൊന്നുകളഞ്ഞു. പക്ഷേ എന്നോട് ഉത്തരമരുളണമേ. യാഗവസ്തു ഇതാ ബലിപീഠത്തിന്മേൽ യാഗവസ്തു ഇരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളണമേ. സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളണമേ. അഗ്നി അയച്ച് എനിക്ക് ഉത്തരമരുളണമേ. ആകാശത്തു നിന്ന് തീയിറങ്ങി അവൻ്റെ ബലിവസ്തുവിനെ കത്തിച്ചു കളഞ്ഞു. ചുറ്റുമുണ്ടായിരുന്ന മണ്ണ് വരെ കത്തിപ്പോയി. അതിനപ്പുറത്തുണ്ടായിരുന്ന വെള്ളം നിറച്ച തോടുകളൊക്കെ വറ്റിപ്പോയി. ഇതാ കുർബാന മധ്യേ നെഞ്ചത്തടിച്ചോണ്ട് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുർബാനയിലൂടെ ആദ്യന്തം പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ കടന്നു വരികയാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ നിന്റെ മരണത്തെ ഓർക്കുന്നു. കർത്താവേ, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ അനുസ്മരിക്കുന്നു, ഏറ്റുപറയുന്നു. മാത്രമല്ല, നിന്റെ 2ാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതാ കുർബാന. പ്രഖ്യാപനങ്ങളാ കുർബാന. സ്തോത്രാർപ്പണങ്ങളാ കുർബാന. നന്ദി അർപ്പിക്കുന്നതാ കുർബാന. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും സ്വർഗത്തിൽ നിന്ന് മേടിച്ച് ജനത്തിന് കൊടുക്കുന്നതാ കുർബാന.
ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇവിടുത്തെ പോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസം മുൻവശം വെറുതെ കിടക്കുക. മുൻവശം ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ഞാൻ കല്ലൂപ്പാറക്കാരനാണ്. ഞങ്ങൾക്ക് കല്ലൂപ്പാറ ഒരു വലിയ പള്ളിയുണ്ട്. അവിടെ ഞാൻ കൊച്ചായിരിക്കുമ്പം ഞാൻ കല്ലൂപ്പാറയൊക്കെ എൻ്റെ 16-ാമത്തെ വയസ്സിൽ അവിടുന്ന് തിരുവനന്തപുരത്ത് പോയി പഠിക്കാനായിട്ട്. അപ്പോൾ ആ സമയം വരെ അവിടെ നിന്ന് നിൽക്കാൻ സ്ഥലമില്ല. മേളിൽ കയറി ഇവിടം വരെ കയറി നിൽക്കും. ഇന്ന് അവിടെ കാണും നിൽക്കാൻ പിള്ളേരെ കിട്ടുമോ? ഞങ്ങളുടെ എങ്ങും ആ ഭാഗത്തെങ്ങുമില്ല. തിരുവനന്തപുരത്ത് ഉള്ള ദേവാലയങ്ങളിൽ മുൻഭാഗത്തെങ്ങും ഒന്നുമില്ല, വേക്കൻ്റ. പിന്നെ പുറകിലോട്ട് നല്ല തള്ള, ഒത്തിരി പേര് വരും. അപ്പം ഞാൻ ഓർക്കും, പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു, പട്ടുധരിച്ചവനൊപ്പം നിന്ന് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പ്രതിപുരുഷനായി പട്ടുധരിച്ചവന്, അതെ, ഒപ്പം നിന്ന് പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. പക്ഷേ മാണിക്യം പെറുക്കാൻ ആരെയും കണ്ടില്ല. മാണിക്യങ്ങളൊക്കെ അവിടെ കിടക്കുക. ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. എവൻഗേലിയോനാകുന്ന മാണിക്യം വിതറിത്തന്നു, ദൈവവചനമാകുന്ന മാണിക്യം വിതറിത്തന്നു, കൃപയാകുന്ന മാണിക്യം വിതറിത്തന്നു, സമാധാനമാകുന്ന മാണിക്യം വിതറിത്തന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന മാണിക്യങ്ങൾ അത് വിതറുന്നതല്ല, അത് അനുഭവിക്കാനായിട്ട് തന്നു. അനുഭവിച്ചത് എത്ര പേരുണ്ട്? ദേവാലയത്തിൽ എത്ര പേര് വന്നു? 500 പേര് വന്നു. എത്ര പേര് കുർബാന അനുഭവിച്ചു? 10 പേര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഈ മാണിക്യങ്ങളൊന്നും താഴെ പോകാൻ സമ്മതിക്കല്ലേ. പെറുക്കിയെടുത്തോണ്ട് ഓടണം. അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഇതെല്ലാം. ഒന്നും നമുക്കില്ലാഞ്ഞിട്ടല്ല, പെറുക്കിയെടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാ. എന്നിട്ട് പറയും അവിടെ ഒന്നും ഇല്ലെന്ന്. എല്ലാമുണ്ട്. 2000 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ സഭയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ അതേ കാതലായ അനുഭവങ്ങളാണ് നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. പഠിക്കുവാൻ നമുക്ക് മനസ്സില്ല. ഞാൻ പറഞ്ഞില്ല, E=mc², എനർജി E=what എന്നുള്ളത് നല്ലതുപോലെ അറിയാം. പക്ഷേ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് പോലും അറിയാൻ വയ്യ. അതനുഭവിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് പോലും അറിയാൻ വയ്യ. അതെ, പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യ. രഹസ്യം ഉടയോൻ അരുളി, രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും. അതാ കുർബാന. എന്താ ഈ രഹസ്യം? The mysteries of heaven. പറയാൻ കാരണം എന്താ? സംഹാരദൂതൻ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, മരണദൂതൻ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടിളമേലും കുറുമ്പടിമേലും അടയാളം വെച്ചിരിക്കുന്നത് നിനക്കും നിന്റെ വീട്ടുകാർക്കും വേണ്ടിയുള്ള ഒരു രഹസ്യമാ. It's a mystery, so that the angel of death shall not enter your household. You and your children shall be protected. രക്തം കൊണ്ടൊരു സംരക്ഷണം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടൊരു സംരക്ഷണം. അതാ പറഞ്ഞത്, എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇത് രഹസ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപിക്കുമ്പോൾ ഈ അപ്പം കർത്താവിൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ കെമിസ്ട്രിക്കാരനാന്ന് പറഞ്ഞല്ലേ, no molecular change takes place. But the effect is more important than the change of the molecules. The effect is more important than the change of the molecules. The benefit is more important than the change of the molecules. എന്നാൽ വെള്ളത്തെ വീഞ്ഞാക്കിയപ്പം there was a molecular change. Water is H2O and alcohol is C2H5OH. There is a specific change, molecular change. പക്ഷേ ഈ വെള്ളം ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരുന്നതാ. പഴയ നിയമത്തിൻ്റെ ശുദ്ധീകരണം വെള്ളം, പുതിയ നിയമത്തിൻ്റെ ശുദ്ധീകരണം ക്രിസ്തുവിൻ്റെ രക്തം. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ആയിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിന് സാധിക്കും. ആ രക്തം, ഇപ്പോൾ വെള്ളം വീഞ്ഞാക്കിയവൻ വീഞ്ഞിനെ രക്തമാക്കി. ആ രക്തമാ നമ്മെ ശുദ്ധീകരിക്കുന്നത്, ആ രക്തമാ നമ്മെ വിശുദ്ധീകരിക്കുന്നത്. That water was made into wine by changing the molecules.
But the wine was changed to his blood without changing the molecules. But effect is given. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഇപ്പോൾ പറയാൻ സമയമില്ല. Effect is more important than the structure. Effect is more important than the anatomy. ഘടനയെക്കാട്ടിലും പ്രധാനമാണ് അതിൻ്റെ പ്രയോജനം. ഘടനയെക്കാളും പ്രധാനമാണ് അതിൻ്റെ അനുഭവം. That is what I am telling. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവത്തരുവിൻ ഫലം അത് ഭക്ഷിക്കുവാനുള്ള ഭാഗ്യമാ. അവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് ഒരുക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും നല്ലതാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇതൊരിക്കലും പ്രാപിക്കാതിരിക്കരുത്. യു ക്യാൻ ഹാവ് ദ ബെസ്റ്റ് which the Lord has prepared for us. അത് ഈ കൃപാവര കാലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ എല്ലാ ദേവാലയങ്ങളിലും, തിരുവനന്തപുരത്തെ ദേവാലയങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും കടന്നു ചെന്ന് പ്രസംഗിക്കുവാനുള്ള ദൈവകൃപ തിരുമേനി എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഞാൻ സുവിശേഷ സംഘത്തിൻ്റെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രീകാര്യം പള്ളി, തിരുവനന്തപുരം ശ്രീകാര്യത്തെ പള്ളിയിൽ വൈദ്യനച്ചൻ കോർപ്പിസ്കോപ്പ ആയിരിക്കുന്ന, വികാരിയായിരിക്കുന്ന പള്ളിയിലാണ് ചെന്നത്. പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെ സന്ധ്യാനമസ്കാരം നടക്കുക. അവിടെ ഒരു പാട്ട് പാടി എന്നെ ശ്രദ്ധിപ്പിച്ചു. ഈ കൃപാവര കാലം കഴിഞ്ഞാൽ, പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതാ, ഇതൊന്നും നമുക്കറിയാൻ വയ്യ. ഈ കൃപാവര കാലം കഴിഞ്ഞാൽ പിന്നെ കൃപ എടുക്കപ്പെടുമെന്നും അതിനുശേഷം ഈ ലോകത്തിൽ കൃപയുടെ അനുഭവം ഇല്ലാതാകുമെന്നും, ദേറാകളിൽ പോലും കൃപയുടെ അനുഭവം ഇല്ലാതാകുമെന്നും, ദേവാലയങ്ങളിൽ പോലും കൃപയുടെ അനുഭവം ഇല്ലാതെയാകും. എന്ത്? ലോകത്തിൻ്റെ അവസാന കാലമാകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. പെട്ടകം ഒരുക്കി വെച്ചിരുന്നു നോഹ. കയറിക്കോ കയറിക്കോ കയറിക്കോ, കയറുവാനൊരു സമയമുണ്ട്. കിളിവാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് ദൈവമാ. സുവിശേഷത്തിന്റെ കിളിവാതിലുകൾ കൃപയുടെ അനുഭവത്തിൽ തുറന്നിട്ടിരിക്കുക ദൈവം. കം ഇൻസൈഡ് ആൻഡ് കം ഇൻസൈഡ് ആൻഡ് കം ഇൻസൈഡ്. അതെ, എന്താണ് സുവിശേഷം? ക്രൂശിന്റെ വചനം, അതാ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. കുർബാനയിൽ ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ അത് തന്നെയാ കാണുന്നത്. കർത്താവിന്റെ മാമോദീസ മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ, യോഹന്നാനാൽ മാമോദീസ, അതേ സ്നാനപ്പെട്ടവനായ കർത്താവിനെ പറ്റിയുള്ള പ്രഘോഷണം അങ്ങ് നടക്കുകയാണ് കുർബാനയിൽ. അവന്റെ രണ്ടാമത്തെ വരവ് വരെ കാസായും ബീലാസായും കൈകളിൽ ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നവന്റെ രണ്ടാമത്തെ വരവിന്റെ ഇറ്റ് ഈസ് എ സിംബോളിക് ഡിക്ലറേഷൻ ഓഫ് ഹിസ് സെക്കൻഡ് കമ്മിങ്. ഞാൻ ഈ പുസ്തകം വായിച്ചത് മനസ്സിലാക്കിയത്, ജീവനുള്ള ബലി. അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, എന്താ കുർബാനയെ നല്ലപോലെ മനസ്സിലാകും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അവൻ നമുക്ക് നൽകിത്തന്ന രക്ഷണീയ പ്രവർത്തനമാണ് സുവിശേഷം. ക്രൂശിന്റെ വചനമാണ് സുവിശേഷം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. സുവിശേഷം പ്രഘോഷിക്കാതെ ഒരു കുർബാനയും നടത്തിയിട്ടില്ല, നടത്തത്തുമില്ല. ഏവൻഗേലിയോൻ വായിക്കാത്ത കുർബാനയില്ല. അതാ ഞാൻ പറഞ്ഞത്, മാണിക്യങ്ങൾ വിതറുകയാ. പെറുക്കിയെടുക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നീ ഇന്ന് രോഗം സൗഖ്യമായി വീട്ടിൽ പോകും. പെറുക്കിയെടുക്കാൻ മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിച്ചു വിടും. പെറുക്കിയെടുക്കുവാൻ മനസ്സുണ്ടോ? അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. നിന്റെ മുമ്പിൽ ചെങ്കടലുകൾ തുറക്കും, മാറിപ്പോകും. അതെ, മരണയോർദാൻ വഴിമാറും. സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിയും. അതെ, ഉണക്കപ്പാറ അടിച്ച് പൊട്ടിച്ച് വെള്ളം തരും. ആ പാറ ക്രിസ്തുവായിരുന്നു. അന്ന് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ അവർക്ക് വലിയ ദാഹം വന്നപ്പോൾ മോശ അടിച്ച ഒരു പാറയുണ്ട്. റോക്ക് ഓഫ് ഏജസ് ക്ലെഫ് ഫോർ മീ, let me hide myself in thee, let the water and the blood from thy riven side which flow be of sin by double cure, save me from its guilt and power.
അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്. എന്താ അർത്ഥമെന്ന് അറിയാമോ? അതെ, പാറ, അടിക്കപ്പെട്ട പാറ അത് തുറക്കപ്പെട്ടു, അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ പാറ ആരാണ്? അത് ക്രിസ്തു. കർത്താവിൻ്റെ വിലാപ്പുറം തുറന്ന അനുഭവം ആ പെൺകുട്ടി പാടിയത്. ഒരു പെൺകുട്ടി പാടിയ പാട്ടാത്. റോക്ക് ഓഫ് ഏജസ് ക്ലെഫ് ഫോർ മീ. പുരാതനനായ പാറയെ, എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട പാറയെ, ആ വിള്ളലിൽ ഞാനൊന്ന് ഒളിച്ചിരുന്നോട്ടെ. ആ വിള്ളലിൽ ഞാൻ അതെ നമ്രശിരസ്കയായിരുന്ന് ഒന്ന് ആശ്വസിച്ചോട്ടെ. എൻ്റെ പാപം കടും ചുമപ്പായിരിക്കുന്നു, അതിനെ ഹിമം പോലെ വെളുപ്പിക്കണമേ തമ്പുരാനെ. ഇതാ പാട്ട് പറയുന്നത്. ആ പുരാതനമായ പാറ ക്രിസ്തുവായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തന്നെ തന്നെ പൊളിച്ചു തന്നവനാ ക്രിസ്തു. അതിനേക്കാൾ വലിയൊരു സ്നേഹം we will never see. That love is what is known as agape. Agape. ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഇന്നത്തെ തലമുറയോട് ചോദിച്ചത് അറിയത്തില്ല. ഞാൻ ജീവിച്ച തലമുറയോട് ചോദിച്ചാൽ പറയും, എൻ്റെ പ്രായമുള്ളവരിവിടെ ഉണ്ടെങ്കിൽ പറയും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. എത്ര വലിയവൻ്റെ വീട്ടിൽ തെങ്ങയിലെ തേങ്ങ കണ്ടുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വിടുന്നത്. അന്ന് ഹൈസ്കൂളിലും ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാതെ പിള്ളേരെ ഇറക്കി വിടുമ്പം തേങ്ങാക്കാരൻ്റെ അടുത്ത് പോയി 10 രൂപ കടം മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. ഇന്നത്തെ പോലെ ATM ഇല്ല. അറ്റ് എനി ടൈം മണി ഈസ് നോട്ട് അവൈലബിൾ. പക്ഷേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ആ അനുഭവങ്ങളിൽ പഠിച്ച മിടുക്കന്മാരായി വെളിയിൽ പോയി ജോലി മേടിച്ച അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗൾഫിലുമൊക്കെ പോയി ജോലി മേടിച്ച പൈസ ഇങ്ങോട്ട് ഒഴുകുമ്പം ഇപ്പൊ ഈ ദൈവസ്നേഹം അറിയുവാനുള്ള സാധ്യതയില്ല. കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവിനെ രുചിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവര് ആ തലമുറയിൽ ജീവിച്ചിരുന്നു. കണ്ണുനീരിനെ മറികടക്കാത്തവൻ, അതെ, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്നവൻ. യഹോവയുടെ കണ്ണ് എവിടെയാ? യഹോവയുടെ കണ്ണിരിക്കുന്നത് നീതിമാന്മാരുടെ മേലും ഭക്തന്മാരുടെ മേലും. നീതിമാൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഐ ഡോണ്ട് നോ. പക്ഷെ യഹോവയുടെ കണ്ണ് ഭക്തന്മാരുടെ മേലും. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഭക്തന്മാരാ. ഭക്തിയില്ലാത്തവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അത് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. യഹോവയുടെ കണ്ണ് ഭക്തന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യാമങ്ങളിലും ഞാൻ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പം ആ കട്ടിലിൻ്റെ അടുത്തിരുന്ന് കരയുന്ന എത്ര പേരെ ഞാൻ കണ്ടു. ആ കരച്ചിൽ കർത്താവ് കേൾക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ? അവരുടെ കണ്ണുനീരിന് ഫലം കിട്ടും. ഷുവർ. ഒരു തുള്ളി കണ്ണുനീര് ഗൽഗതത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പം ഹന്ന പ്രാർത്ഥിച്ചതുപോലെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. മാറാരോഗങ്ങൾ മാറിപ്പോകും. ക്യാൻസർ രോഗങ്ങൾ പമ്പ കടക്കും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ചുമ്മാതല്ല ഇവിടെ വരുന്നത്. ഭക്തിയോടെ വന്ന് അവിടെ കമണ് വീണ് പ്രാർത്ഥിക്കുമ്പം സ്വർഗം. നമ്മുടെ കർത്താവിനെ പറ്റി അറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ വെളിയിൽ നിന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കതോട്ട് അറിയത്തുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. ഇത് ഞാൻ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വാക്യമാണ്. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ, യേശു ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. നമ്മുടെ നോയമ്പ് കാലത്തിൽ ഒരു ഞായറാഴ്ച ദിവസം നമുക്കിതിനെപ്പറ്റി കേൾക്കാം. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. ഞാൻ പറയുന്നത് സഭ നമ്മളെ നല്ല കൃത്യമായി സിസ്റ്റമാറ്റിക്കായി സ്കീമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. രോഗസൗഖ്യത്തെപ്പറ്റിയും കർത്താവിൻ്റെ കൃപകളെപ്പറ്റിയും കർത്താവിൻ്റെ കരുണയെപ്പറ്റിയും.
പക്ഷെ പഠിക്കാൻ നമുക്ക് മനസ്സില്ല. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു. അതാ പലരും ഇവിടെ വന്ന് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നല്ലൊരു പോസ്റ്ററാ ദൈവത്തിൻ്റെ മനസ്സലിയുവാൻ. അവൻ പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി. കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ കുഷ്ഠമുള്ള ഒരു മനുഷ്യനെന്നേ പറയുന്നുള്ളൂ. ലൂക്കോസ് മാത്രമാണ് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. കാരണം ലൂക്കോസ് ഒരു ഡോക്ടറാണ്. അവന് കുഷ്ഠരോഗത്തിൻ്റെ ഭയങ്കരത അറിയാം. തലയിൽ കുഷ്ഠം, നെറ്റിയിൽ കുഷ്ഠം, മൂക്കിൽ കുഷ്ഠം, കണ്ണിനകത്ത് കുഷ്ഠം, ചെവിയിൽ കുഷ്ഠം. ചെവിയുടെ പകുതി അങ്ങ് പോയി. കൈകളൊന്നുമില്ല, വിരലുകളെല്ലാം ദ്രവിച്ചു പോയി, കാലേൽ വിരലുകളില്ല. അവൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യനും അവനെ അടുപ്പിക്കത്തില്ല, കല്ലെടുത്തെറിയും. നാറ്റം കൊണ്ട് നടക്കാൻ വയ്യാത്തതുപോലെ ഭയങ്കരമാ. പക്ഷെ അവൻ യേശുവിനെ പറ്റി കേട്ടു. കരുണാമയനായ ദൈവം, കൃപാലുവായ ദൈവം ഇവൻ്റെ സന്നിധിയിൽ ചെന്നാൽ എന്നെ തള്ളിക്കളയത്തില്ല. അവൻ വന്ന് അവൻ്റെ മുമ്പിൽ കവിണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ആർക്കും മനസ്സില്ല എന്നെ തൊടാൻ, ഈ ലോകത്തിൽ ആർക്കും മനസ്സില്ല എന്നെ തൊടുവാൻ. എല്ലാവരും എന്നെ കല്ലെടുത്തെറിയത്തേ ഉള്ളൂ. നിനക്ക് മനസ്സുണ്ടോ? പ്ലീസ്, ഡു യു ലൈക്ക് ടു ടച്ച് മീ? അതെ, എന്നോട് കരുണ തോന്നുമോ? യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. എവിടെ അവനെ തൊടേണ്ടത്? അവൻ്റെ ശരീരം മുഴുവൻ അങ്ങ് ദ്രവിച്ച് പോകാം. അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ അതെ ചലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ. യേശു, എവിടെയാ മോനെ ഞാൻ നിന്നെ ഒന്ന് തൊടേണ്ടത്? എൻ്റെ കൈ നാറാതെ നിന്നെ എവിടെ ഒന്ന് തൊടും? നോ, he touched him. Jesus touched him. യേശു അവനെ തൊട്ടു. കാരണം അവനെയും തൻ്റെ കരങ്ങള് രൂപകൽപ്പന ചെയ്തത്, അവനെയും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവൻ എൻ്റെ തമ്പുരാൻ തന്നെയാണ്. അന്ന് അവൻ്റെ കയ്യിൽ ഒത്തിരി മണ്ണ് പെരണ്ടതാ യേശുവിൻ്റെ കയ്യിൽ. ഇന്ന് അവൻ്റെ ശരീരത്തിൽ നിന്നും വ്രണത്തിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പെരണ്ടാൽ ഐ ഡോണ്ട് കെയർ. അവൻ്റെ വിശുദ്ധി അവങ്കിലേക്ക് പ്രവഹിച്ചു. യേശുവിനെ തൊട്ടാൽ വിശുദ്ധി പ്രവഹിക്കും. കുർബാന യേശുവിനെ തൊടുന്നതിന് തുല്യമാണ്. കുർബാന യേശുവിനെ തൊടുന്നതിന് തുല്യമാണ്. വിശുദ്ധി പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, ആശ്വാസം പ്രാപിക്കും. കുഷ്ഠരോഗി ഉടൻ സൗഖ്യം പ്രാപിച്ചു. എനിക്ക് മനസ്സുണ്ട്. മനസ്സുള്ളവരായ ഒരു യേശുവിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അവൻ വന്ന് കവിണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. He went home healed. He went home peaceful. He went home at ease. ഇന്നിവിടെ കടന്നു വന്ന് നമ്മൾ ആരും സമാധാനമില്ലാതെ വെട്ടിപ്പോരുത്. സൗഖ്യത്തോടെ പോകണം, ആശ്വാസത്തോടെ പോകണം. ഞാൻ വന്ന് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കവിണ് വീണ് ചോദിച്ചത് എനിക്ക് നൽകി എന്നുള്ള വിശ്വാസത്തോടൊക്കെ പോകണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകണം. നടക്കും. പിന്നെ ഇവിടെ നന്ദി പറയാനും കൂടെ വരണം. അത്ഭുതം പ്രവർത്തിച്ചിട്ട് അങ്ങ് പോയാൽ പോരാ. അതെ, 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. ഒരുത്തൻ മാത്രം തിരിച്ചു വന്നു. സംഭവമൊക്കെ അറിയാം, ഞാൻ വിവരിക്കുന്നില്ല. പലപ്പോഴും ഞാൻ ഈ പരിമലപ്പള്ളിയിൽ പ്രസംഗിക്കാൻ മാത്രമല്ല വരുന്നത്. 1, 2, 3 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തുടങ്ങാണ് ഞാൻ പോയാൽ ഇവിടെ വന്നിരിക്കും. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ദേവാലയത്തിൽ പറഞ്ഞു, പഴയ കാലത്ത് വിശ്വാസമാണ് നമ്മളെ നയിച്ചത്. 3, 4, 5 മക്കളുള്ള അമ്മമാർ ഒന്നിനെ ഈ ഏണിലും മറ്റൊന്നിനെ ഇവിടെയും 2 ഞൊറിയെ പിടിച്ചോണ്ട് വരും. ഈ വിളക്കിൻ്റെ ഇവിടെ വരും. പരിമല മാത്രമല്ല, ഓരോ ദേവാലയത്തിലും ഈ അമ്മമാർക്ക് ഇത്രയേ അറിയത്തുള്ളൂ. എന്ത്? അല്പം എണ്ണയെടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കുരിശ് വരയ്ക്കാൻ. ആ തലമുറയുടെ മക്കളാണ് നമ്മൾ. അതെ, എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു. എന്താണെന്നറിയാമോ? അവനെ പരിമലപ്പള്ളിയിൽ കൊണ്ട് അടിമ വെക്കാവുന്ന. ഞാൻ ഈ പരിമലപ്പള്ളിയുടെ അടിമയാണ്. അങ്ങനെ ഒരു തലമുറയുണ്ടായിരുന്നു. ഇന്ന് ആരെത്ര കുഞ്ഞുങ്ങളെ കൊണ്ട് അടിമ വെക്കും? അന്ന് ഈ വന്ന 5 കുഞ്ഞുങ്ങളും അമ്മയും എല്ലാവർക്കും കൂടെ ഒരു മെഴുകുതിരി മേടിക്കാനേ പൈസ ഉള്ളൂ. ഒരു മെഴുകുതിരി, ഒരു കൊച്ചു മെഴുകുതിരി. പക്ഷെ അവരത്
കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് 1000 മെഴുകുതിരി മേടിക്കാൻ പണമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസമാ വലുത്. വലുതായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല, വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷേ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് കർത്താവ് 2 കാര്യങ്ങൾ അസന്നിഗ്ധമായി സഭയെയും സഭാമക്കളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്തെ വിശ്വാസ വീരന്മാരും പിതാക്കന്മാരും ഒക്കെ ആയിരുന്നതിനേക്കാൾ അനുഗ്രഹപ്പെട്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിയണം. കാരണം വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു, സത്യം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. ആര് പറഞ്ഞു ദൈവത്തിൻ്റെ മക്കളാണെന്ന്? സഭ പറഞ്ഞു. എൻ്റെ സഭ എന്നെ പഠിപ്പിച്ചത് നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലിത്തന്നു, ദൈവവചനം ചൊല്ലിത്തന്നു. മാമോദീസായിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. മാമോദീസായിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ വസിപ്പിച്ചു. മാമോദീസായിലൂടെ കർത്താവിൻ്റെ അതിനുശേഷം മാമോദീസ കഴിഞ്ഞാൽ ഉടനെ ഏദനിൽ ആദാം രുചി നോക്കാത്ത ജീവത്തരുവിൻ്റെ ഫലം തന്നു. ഇനി എന്തോ വേണം? മറക്കാതിരിക്കണമേ. അതുകൊണ്ട് നമ്മെ ഒരു വലിയ ദൗത്യം സഭയായി, കുടുംബമായി, വ്യക്തിയായി, സമൂഹമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നമ്മൾ. രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള തിരിച്ചറിവ് വേണം. അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മക്കളായി അഭിഷേകം പ്രാപിച്ചവരാകുന്നു നമ്മളെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. കർത്താവ് പറഞ്ഞല്ലേ, ഇവിടെ തന്നെ നിങ്ങൾ ഇരിക്കരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്നും പറഞ്ഞ് ഇരിക്കുന്നിടത്ത് ഇരുന്ന് കളയരുത്. യു ഹാവ് ടു ട്രാവൽ, യു ഹാവ് ടു വാക്ക്, യു ഹാവ് ടു മൂവ്. എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കണം. എനിക്കങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ടാൻസാനിയയിൽ ജോലി ചെയ്തു. അവിടെയും അല്പം സുവിശേഷം പ്രഘോഷിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ നൈജീരിയയിൽ ജോലി ചെയ്തു. അവിടെയും വിദ്യാർത്ഥികളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ എനിക്ക് അനുവാദം കിട്ടി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്തുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ വിദ്യാർത്ഥികളോടും സുവിശേഷം അറിയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ കാരണം ഒരു ഓർത്തഡോക്സുകാരനാണ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, യോഹന്നാൻ സാറ് എന്നെ വിളിച്ചുകൊണ്ട് പോയി നാനാജാതി മതസ്ഥരിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവസരം കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്മതിക്കുമെങ്കിൽ ഈ കഴുതയെ കർത്താവ് ഉപയോഗിക്കും. കർത്താവ് പറഞ്ഞല്ലേ, എനിക്ക് വാഹനമേറുവാൻ ഒരു കഴുതക്കുട്ടി മതി. വലിയ മിടുക്കനും വലിയ വിദ്യാഭ്യാസമുള്ളവനും വലിയ പ്രാഗൽഭ്യമുള്ളവനും ഒന്നും ആകണമെന്നില്ല. യേശുവിന് വേണ്ടി. ഇവിടെ നിന്ന് ഈ വൈദികനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ വെറുതെ പറയുകയല്ല, യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാധിക്കുമോ? യേശുവിന് അതാ വേണ്ടത്. അബ്രഹാമിനോട് അതാ പറഞ്ഞത്, give your son to me, your only son. I want him to do what? To preach the gospel. മറ്റുള്ളവർക്ക് കുർബാന, ആ കുർബാനയെ പറ്റി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഒരപ്പം, ഒരു ക്രിസ്തു. നുറുക്കുകൾ മക്കൾക്ക് കൊടുക്കുമ്പം അപ്പത്തിൻ്റെ അംശികളായിത്തീരും. നാം ഇനിയും അന്യരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരാ. സഭയുടെ തത്വങ്ങൾ എത്ര മനോഹരം. ഒരേ ഒരപ്പം, എല്ലാവർക്കും അതിൻ്റെ അംശം കൊടുക്കും. അങ്ങനെ ഒരേ അപ്പത്തിൻ്റെ അംശികളെങ്കിൽ നാം കർത്താവിനോടുകൂടി അവകാശികളും കൂട്ടവകാശികളും. അതാ കുർബാന. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുക. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം എന്നെ അനുവദിച്ച റമ്പാച്ചനും വൈദികർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെയും ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.